Praise the Lord. Praise the Lord. Hallelujah. 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 മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുട്ടികളെ, ആദ്യമായി തന്നെ കർത്താവിൻ്റെ കൃപയുടെ ഉപകരണമായി തീർന്ന ഈ ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ സാധിക്കുന്നതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ വന്ന ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരുന്നത്. ഒത്തിരി സന്തോഷം തോന്നി. ഈ ശുശ്രൂഷകളിൽ വിദൂരങ്ങളിലിരുന്ന് പങ്കെടുക്കുമ്പോഴെല്ലാം ദൈവത്തെ ഞാൻ സന്തോഷത്തോടെ സ്തുതിക്കാറുണ്ട്. കർത്താവ് തൻ്റെ ശുശ്രൂഷകളിലൂടെ, പ്രത്യേകിച്ച് ബ്രദർ സന്തോഷ് കരുമാത്രയുടെ ആ കരങ്ങളിലൂടെ അത്ഭുതകരമായ കാര്യങ്ങൾ തൻ്റെ സഹ ശുശ്രൂഷകളിലൂടെ കൂടി ചെയ്യുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിന് പ്രേരിതനായ മകൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും അവിടുത്തെ നാമത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഷെക്കിന ടെലിവിഷൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് ഇറ്റേണൽ വേർഡ് ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് എന്നുള്ള അന്തർദേശീയ ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയെ, ടെലിവിഷൻ മിനിസ്ട്രിയെക്കുറിച്ചാണ്. മദർ ആഞ്ചലിക്കായ്ക്ക് കർത്താവ് നൽകിയ സന്ദേശപ്രകാരം ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാതിരുന്ന മകളിലൂടെ ലോകത്തിനു വേണ്ടി, സുവിശേഷവൽക്കരണത്തിന് വേണ്ടി കർത്താവ് ഒരു ടെലിവിഷൻ നെറ്റ്വർക്ക് തന്നെ ആരംഭിപ്പിച്ചു. ഇത് തന്നെയാണ് ഈ ഷെക്കിന ടെലിവിഷൻ്റെയും ശുശ്രൂഷകളുടെ നിദാനമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. ലോകത്തെ സ്പർശിക്കുക, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള ഈ ശുശ്രൂഷയുടെ 31-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഇറങ്ങി വരുമ്പോൾ ലോകത്തിൽ നവീകരണങ്ങൾ സംഭവിക്കും. അത്യുന്നതൻ്റെ സ്പർശനമേൽക്കുമ്പോൾ അവിടെ ശക്തി കടന്നു വരും. യേശുവിൻ്റെ സ്പർശനമുണ്ടായ നിമിഷങ്ങളിൽ ആ വ്യക്തികളിലേക്ക് ശക്തി കടന്നു ചെന്നതുപോലെ ഈ നിമിഷങ്ങൾ, ഈ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ ശക്തി അനേകരിലേക്ക് ഒഴുകുന്ന അത്ഭുതകരമായ ശുശ്രൂഷയിലാണ് നമ്മളെല്ലാവരും പങ്കുചേരുന്നത്. സ്വർഗത്തിന്റെ ശക്തി ഈ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമൂഹത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ആത്മാവിന്റെ സ്പർശമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെ മേലും ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗത്തിന്റെ ശക്തിയാൽ അവരെല്ലാവരെയും സ്പർശിച്ച് വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് പങ്കുചേരുന്ന എല്ലാ മക്കളും ഒരു നിമിഷം ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക്, യേശുവിന്റെ സന്നിധിയിലേക്ക്, പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് ഒരു നിമിഷം കരങ്ങൾ ഉയരട്ടെ, ഹൃദയങ്ങൾ ഉയരട്ടെ. സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ നവീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കട്ടെ, ഇറങ്ങി വരട്ടെ കർത്താവേ. സ്വർഗീയ ശക്തി ഇറങ്ങി വരട്ടെ, സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളിലേക്കും ശക്തി ഇറങ്ങട്ടെ. ആത്മാവെ ഇറങ്ങി വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ശുശ്രൂഷയിലൂടെ ജനസഹസ്രങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആത്മാക്കളെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സമൂഹത്തിന്റെ മേൽ ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സീനായ് മാമലയിൽ ഫാദർ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാൻ ഇറങ്ങി വാ ദേവാ, ആത്മദാഹം തീർക്കുവാൻ ഇറങ്ങി വാ നാഥ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. എല്ലാവരും പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ, കവിഞ്ഞു ഞങ്ങളിൽ ഒഴുകണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ, കവിഞ്ഞു ഞങ്ങളിൽ ഒഴുകണമേ. പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പാവനാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ, കവിഞ്ഞു ഞങ്ങളിൽ ഒഴുകണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ, കവിഞ്ഞു ഞങ്ങളിൽ ഒഴുകണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, വരദാനങ്ങൾ നൽകണമേ, ഞങ്ങളിൽ നിറയണമേ, വരദാനങ്ങൾ നൽകണമേ, ഞങ്ങളിൽ നിറയണമേ. ഇരുകരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, വരദാനങ്ങൾ നൽകണമേ, ഞങ്ങളിൽ നിറയണമേ, വരദാനങ്ങൾ നൽകണമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ ആത്മാവേ
പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ, കവിഞ്ഞു ഞങ്ങളിൽ ഒഴുകണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ, കവിഞ്ഞു ഞങ്ങളിൽ ഒഴുകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. Oh Heavenly Father, send your spirit upon everyone who are present in this moment. Let your power come upon everyone. Lord Jesus, send your spirit upon everyone who are present here. Let the spirit of the Lord come upon everyone. Touch everyone, O Lord. Thank you, Jesus. Praise you, Jesus, for the glorious name. We praise your name, O Jesus. We glorify your name, O Jesus. We worship your name, O Jesus. We glorify your name, O Jesus. We praise you and worship you, Jesus. We thank you, Jesus. We praise you, Jesus. We worship you, Jesus. We thank you, Jesus. Hallelujah, hallelujah, halalabashi, halalabashi, halalaba, halalabashi, 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 halalaba. Yararabashi, hararabashi, hararaba. Yararabashi, hararabashi, hararaba. Yararabashi, halalabashi, halalaba. Yararabashi, halalaba, yararabashi, halalabashi, കവിയണമേ, കവിഞ്ഞു ഞങ്ങളിൽ ഒഴുകണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ, കവിഞ്ഞു ഞങ്ങളിൽ ഒഴുകണമേ. സ്വർഗീയ പിതാവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സകലത്തിനെ നാഥനായ പിതാവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങയുടെ ഏകജാതനം നൽകുവാൻ തിരുമനസ്സായ പിതാവേ, നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ രക്ഷയുടെ ഫലം അനുഭവിക്കുവാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയായ മറിയത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെല്ലാവരും ആത്മാവിൻ്റെ ശക്തിയാൽ സ്പർശിതരായി തീരട്ടെ. ആ സ്വർഗത്തിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ ലോകത്തിൽ എല്ലായിടത്തും നവീകരണങ്ങൾ സാധിച്ചു. ബന്ധനങ്ങളുടെ കെട്ടുകൾ എഴിഞ്ഞു. ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചു. സമൂഹങ്ങളിൽ നവീകരണം സംഭവിച്ചു. കർത്താവേ, ആ കൃപ ദാനമായി ഞങ്ങൾക്കിന്ന് നൽകണമേ. കർത്താവേ,
കർത്താവേ, ഈ ശുശ്രൂഷകളിൽ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയോടെ പങ്കുചേർന്ന മക്കളെ സമർപ്പിക്കുന്നു. ദാഹത്തോടെ പങ്കുചേർന്നവരെ സമർപ്പിക്കുന്നു. തീഷ്ണതയോടെ പങ്കുചേർന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, കണ്ണുനീരോടുകൂടി അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. കർത്താവായ യേശോയെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെല്ലാവരെയും നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, കൃപയുടെ മക്കളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ ശുശ്രൂഷ നയിക്കുന്ന എന്നെയും നിങ്ങളുടെ കൃപയിൽ കാത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ഈ ശുശ്രൂഷയുടെ 39ാമത്തെ ദിവസം നമ്മൾ പങ്കുചേരുകയാണ്. അനേക മനുഷ്യർ ഈ ദിവസങ്ങളിൽ ഫോൺ വിളിക്കുമ്പോഴും അല്ലാതെയുമൊക്കെ പങ്കെടുക്കുന്ന അവസരങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ദിവസം കാണാൻ സാധിച്ചില്ല. എങ്കിലും പിന്നീട് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. ദാഹത്തോടുകൂടി ഒത്തിരിയേറെ മനുഷ്യർ ഈ ശുശ്രൂഷയിൽ ആവേശത്തോടുകൂടി പങ്കുചേരുന്നുണ്ട്. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ പേര് തന്നെ പ്രത്യേകതയുള്ളതാണെന്ന് നമുക്കറിയാം. പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ സ്പർശനം എവിടെ വരുന്നുവോ അവിടെ നവീകരണമുണ്ടാകും, അവിടെ സൗഖ്യമുണ്ടാകും, അവിടെ വിടുതലുണ്ടാകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന രോഗികളെ അവിടുന്ന് സ്പർശിച്ചു എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ അടുക്കലേക്ക് രോഗികളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് സായാഹ്നമായപ്പോൾ വിവിധ തരം രോഗങ്ങളാൽ പിടിപെട്ട മനുഷ്യരെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അവിടുന്ന് ഓരോരുത്തരുടെ മേലും കൈകൾ വച്ച് അവരെ സുഖപ്പെടുത്തി എന്ന് പറയും. ആ കൈകളുടെ ഒരു സ്പർശനം, ആ ഒരു സ്പർശനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി ആ വ്യക്തികളിലേക്ക് ഇറങ്ങും. അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിക്കുന്നു, സൗഖ്യം സംഭവിക്കുന്നു, വിടുതൽ സംഭവിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ ശക്തിയാണ്, നമുക്കറിയാം. എന്നാൽ അവിടുത്തെ സ്പർശനം സൗഖ്യദായകമാണ്, വിടുതൽ നൽകുന്നതാണ്, നവീകരിക്കുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥനയിലൂടെ ലോകത്തെ നവീകരിക്കുക, സ്പർശിക്കുക എന്നതാണ് ഈ ശുശ്രൂഷയുടെ ആപ്തവാക്യമായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നോട് ഈ ശുശ്രൂഷ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച അവസരത്തിൽ കർത്താവ് തന്ന ഒരു ഉൾക്കാഴ്ച ഇതിലൊരു വാക്ക് മാറ്റി എഴുതണമെന്നാണ്. അത് ഇപ്രകാരമായിരുന്നു: പ്രാർത്ഥനയിലൂടെ ലോകത്തെ നവീകരിക്കുക. പ്രാർത്ഥനയിലൂടെ ലോകത്തെ നവീകരിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ അറിയണം. എല്ലാ നവീകരണത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സൃഷ്ടികർമ്മത്തിൽ നമ്മൾ കാണുന്നു, ആദിയിൽ ദൈവം ആകാശം ഭൂമിയെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി ജലാവൃതമായിരുന്നു. ആത്മാവ് അതിൻ്റെ മേൽ പറന്നുകൊണ്ട് നടന്നുവെന്നാണ് പറയുക. വൈബ്രേഷനാണ് അവിടെ നടക്കുന്നത്. ആത്മാവ് അതിൻ്റെ മുകളിലാണ്. പക്ഷെ ആത്മാവിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചവും അതിലെ സകലവും ഓരോ ദിവസങ്ങളിലായി ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ശക്തിയാലാണ് അവിടുന്ന് ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് വഴി നമ്മിൽ ഓരോരുത്തരിലും നമ്മുടെ സമൂഹത്തിലും നവീകരണം സംഭവിക്കും.
ഇതാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഈ ഒരു നവീകരണം സംഭവിക്കുകയാണ് എല്ലാ ശുശ്രൂഷകളുടെയും ലക്ഷ്യം. നമ്മൾ അനേക ധ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, അതെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. ഏത് ധ്യാനമെടുത്താലും ഏത് പ്രാർത്ഥന എടുത്താലും അതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ജീവിത നവീകരണമാണ്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഈ ജീവിത നവീകരണം സംഭവിക്കുന്നത്. ഒന്നാമത്തത് പരിശുദ്ധാത്മാവിൻ്റെ 2 പ്രവർത്തികളെ കുറിച്ച് നമ്മൾ പറയും. കാരണം പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇവിടെ ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമെൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം ചെയ്യുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ അല്ലെങ്കിൽ മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്ന ഏത് പിതാവാണുള്ളത്? അപ്പം പറയുകയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും. ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, സുറിയാനി ഭാഷയുടെ ഒരു പ്രത്യേകത നെഗറ്റീവ് അഫർമേഷൻ എന്നാണ് അതിനെ പറയുക. അതിൻ്റെ അർത്ഥം എത്രയോ അധികമായി തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ്. അപ്പൊ ദൈവത്തോട് ചോദിക്കുന്നവർക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഉത്തരം ആത്മാവിനെയാണ്. ആത്മാവിനെ നൽകുന്നു. ഏത് വ്യക്തി പ്രാർത്ഥിച്ചാലും ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവത്തിന് നൽകാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്താ? ദൈവാത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടുന്ന് വർഷിക്കുന്നു, അവരുടെ മേൽ അയക്കുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ ഉത്തരമെന്ന് പറയുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ പ്രാർത്ഥനകളുടെയും ഉത്തരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ വർഷിക്കുന്ന അനുഭവമാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കും, എന്നെ സുഖപ്പെടുത്തണം, എൻ്റെ ജീവിതത്തിൽ വേദനകളാണ് മാറ്റിത്തരണം, തകർച്ചകളാണ് എന്നെ മോചിക്കണം, ബന്ധനങ്ങളിലാണ് എന്നെ വിടുവിക്കണം. ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളാണ്. ഇന്നിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 39-ാം ദിവസത്തിൻ്റെ പ്രത്യേക നിയോഗമായിട്ട് പറയുന്നത് സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള ആത്മാക്കളെ കുറിച്ചാണ്. അതിൽ മുഴുകിയിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചാണ്. സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൻ്റെ വശ്യതകളിൽപ്പെട്ട് മോചനം നേടാൻ സാധിക്കാത്ത വിധം ബന്ധനത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ടതിന്ന് അതൊരു ബന്ധനമാണ്. അവർ പോലും അറിയുന്നില്ല ഞങ്ങൾ ബന്ധനത്തിലാണ്. അത് അഭിമാനമായിട്ട് കരുതുന്ന മക്കള് സുഖലോലുപതയിൽ വ്യാപരിച്ചത് അഭിമാനമായിട്ട്, സന്തോഷമായിട്ട്, സംതൃപ്തിയായിട്ട് കണ്ടിട്ട് അന്ധതയിലാണ്ട് അതൊരു ബന്ധനമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ബന്ധിതരായിരിക്കുന്ന മക്കൾ അവരുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഇതാണ് ഈ ശുശ്രൂഷയുടെ ഓരോ ദിവസവും ഓരോ ബന്ധനത്തിൽപ്പെട്ട, സ്വാധീനത്തിൽപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ ദൈവത്തോട്. അത് നമുക്കുടെ അവകാശമാണ്, പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ അവകാശം. കർത്താവ് തന്നെ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചില ആളുകൾ പറയും, ദൈവത്തിനെല്ലാം അറിയാമല്ലോ, എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ അറിവ് കുറവുണ്ടല്ല, മറിച്ച് നമ്മുടെ ആവശ്യമാണ്. നമുക്കൊരു ദാഹമുണ്ടെങ്കിലേ വെള്ളം കുടിക്കാൻ സാധിക്കുകയുള്ളൂ.
എനിക്കൊരാവശ്യ ബോധം വരണം. ദൈവത്തിൻ്റെ കൃപ എനിക്ക് ആവശ്യമാണെന്ന ബോധം. ആ ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവനിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുകയാണ്. ഈശോ പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കർത്താവല്ല കുടിക്കുന്നത്, നമ്മളാണ്. കർത്താവിനോട് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ചോദിക്കണം, നമ്മൾ ദാഹത്തോടെ ചോദിക്കണം. അരുവിതേടുന്ന മാൻപേടെ പോലെ കർത്താവിനെ അന്വേഷിക്കുന്ന ആ ഒരു ഹൃദയം പോലെ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് നൽകണം. ഈ ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മിൽ നവീകരണങ്ങൾ സംഭവിക്കും, മാറ്റങ്ങൾ സംഭവിക്കും, വിടുതലുകൾ സംഭവിക്കും, സൗഖ്യം സംഭവിക്കും, മാനസാന്തരങ്ങൾ സംഭവിക്കും, കാഴ്ചകൾ ലഭിക്കും, ഉൾക്കാഴ്ചകൾ ലഭിക്കും, എത്രയോ വ്യതിയാനങ്ങൾ. ചിലപ്പോഴെങ്കിലും ആളുകൾ ചോദിക്കും, എന്താണ് ഇതിൻ്റെ അർത്ഥം? കർത്താവ് എല്ലാറ്റിനും എന്ത് കാര്യം പറഞ്ഞാലും ഒറ്റമൂലി പോലെയാണ്. കർത്താവിന് ഒരൊറ്റ മൂലയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ കൊടുക്കാനേ ഉള്ളൂ. കാരണം എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആത്മാവിനാലാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന കാരണം ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും പരിപാലിക്കപ്പെടുന്നതും ആത്മാവിൻ്റെ ശക്തിയാലാണ്. ആത്മാവ് കടന്നു വരുമ്പോൾ അവിടെ വിടുതൽ സംഭവിക്കുന്നു, സൗഖ്യം സംഭവിക്കുന്നു, മാനസാന്തരം സംഭവിക്കുന്നു, നവീകരണങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് അതിൻ്റെ സത്യം. ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചില ചോദിച്ചത് എങ്ങനെയാണ് ഒരൊറ്റ കാര്യം കൊണ്ടെങ്ങനെ? ഓരോന്നിനും ഓരോ കാര്യമല്ല. ചെറിയൊരു ഉദാഹരണം മതി മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഇവിടെ ഈ സ്റ്റുഡിയോയിലാണ്, ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്താണ്, നിങ്ങളിരിക്കുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങളെല്ലാവരും തന്നെ ടി വിയിലൂടെ ഇത് കാണുന്നു, അല്ലെങ്കിൽ മൊബൈലിലൂടെ കാണുന്നു. അപ്പം ആ ടി വിയിൽ പ്രവർത്തിക്കുന്നത് കറണ്ടാണെന്ന് നമുക്ക്, ഇലക്ട്രിക് പവറാണ്. അപ്പം ആ ഇലക്ട്രിക് പവർ ഒറ്റ പവറാണ്. കേരളത്തിൽ ഓരോ തലത്തിനും വേറെ വേറെ പവേഴ്സൊന്നുമില്ല, നമുക്കറിയാം. ആ ഒരു ഇലക്ട്രിക് പവർ ടി വിയിലേക്ക് വന്നപ്പോൾ സ്ക്രീനിനെ ആക്ടിവേറ്റ് ചെയ്ത് കളറായിട്ട് മാറി അതെല്ലാം നന്നായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നിങ്ങളിരിക്കുന്ന മുറിയിൽ ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പം ആ ഫാനിലേക്ക് ഇലക്ട്രിക് പവർ ചെന്ന് കഴിയുമ്പോൾ അത് കാറ്റായിട്ട് മാറുക, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും, കാറ്റായിട്ട് മാറും. നിങ്ങളിരിക്കുന്ന മുറിയിൽ ലൈറ്റുണ്ട്, ട്യൂബിലേക്ക് ചെല്ലുമ്പോൾ അത് പ്രകാശമായിട്ട് മാറുന്നു. വീണ്ടും അതേ കറണ്ട് നിങ്ങളുടെ ഫ്രിഡ്ജിലേക്ക് ചെല്ലുമ്പോൾ അതിനുള്ളിലുള്ള എല്ലാ വസ്തുക്കളെയും തണുപ്പിക്കുന്ന ശക്തിയായിട്ട് അത് മാറും. എന്നാൽ അതേ കറണ്ട് ഇലക്ട്രിക് ഓവനിലേക്ക് ചെല്ലുമ്പോൾ അത് ചൂടാക്കുന്ന ശക്തിയായിട്ട് മാറും. ഒരേ എനർജി പല ഇഫക്ട്സ് ഉണ്ടാക്കുക. ഇതുപോലെയാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം. ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ, ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ, ആ പ്രവേശിക്കുന്നതിന് എപ്പോഴും ഒരു ഉപാധിയുണ്ട്, നമുക്കറിയാം. അതിനാണ് നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. എന്തിനാ? ദൈവത്തിൻ്റെ ശക്തി എന്നിലൂടെ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ കടന്ന് ആ വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ആ സ്പർശനത്തിലൂടെ. നിങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോൾ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാമെന്ന് ശുശ്രൂഷകൻ അല്ലെ ശുശ്രൂഷി പലപ്പോഴായിട്ട് പറയും. പ്രത്യേകിച്ച് സമാപന ആശീർവാദത്തിന് അല്ലെ വലിയ ആശീർവാദങ്ങൾക്ക് മുമ്പ് നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാമെന്ന് പറയാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ ഒരു ട്രാൻസ്മിഷനാണ്. അഭിഷിക്തനായ വൈദികൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുകയാണ്. ഈ കരങ്ങളിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അല്ലെ വിക്ഷേപിക്കപ്പെടുന്ന, പകർന്നു നൽകപ്പെടുന്ന ആ ദൈവിക ശക്തി സ്വീകരിക്കുന്ന വ്യക്തികൾ തലകുനിക്കുമ്പോൾ നമ്മുടെ തലയിലെ എന്ന് വെച്ചാൽ നമ്മിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ് കടന്നു വരുന്നത്. എന്തിനാ നമ്മൾ പള്ളിയിൽ പോകുന്നത്?
ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരും നമ്മിൽ ആത്മാവിൻ്റെ സ്പർശനമുണ്ടാകുന്നു. കരങ്ങൾ വെച്ച് വൈദികൻ ആശീർവദിക്കുമ്പോൾ സ്പർശനമുണ്ടാകും. ഒരു വിശുദ്ധ വസ്തു വാങ്ങിച്ചു കൊണ്ടുവന്ന് ആശീർവദിക്കാൻ തരുമ്പോൾ കൈകൾ വെച്ച് ആ കൈ വല്ലയിടത്തേക്ക് നീട്ടിക്കൊണ്ടല്ല കൊന്ത വെഞ്ചരിക്കുന്നത്. ആ കൊന്തയുടെ മേല് കരങ്ങൾ കമഴ്ത്തിപ്പിടിക്കുക. എന്തിനാ? ആ ദൈവത്തിൻ്റെ ശക്തി ആ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അച്ഛൻ്റെ കരങ്ങളിലൂടെ ആ വസ്തുവിലേക്ക് വന്ന് പതിക്കുകയാണ്. വെള്ളം വെഞ്ചരിക്കുന്ന അവസരത്തിൽ ആ കരങ്ങൾ വല്ലയിടത്തേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം, ആ ജലത്തിൻ്റെ മേൽ കരങ്ങൾ നീട്ടണം. എന്തിനാണ്? ദൈവത്തിൻ്റെ ആത്മാവ് ആ കരങ്ങളിലൂടെ ആ ജലത്തിൻ്റെ മേൽ ആവസിച്ച് അതിനെ വിശുദ്ധീകരിക്കുക. ആ ആശീർവാദം കഴിയുമ്പോൾ നമ്മുടെ ക്രമത്തിൽ എപ്പോഴും കുരിശടയാളം വരയ്ക്കണമെന്നുണ്ട്. ആ ജലത്തിൻ്റെ മേൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൻ്റെ കുരിശടയാളം വരച്ച് മുദ്ര ചെയ്യുകയാണ്. അതോടെ അത് ക്ലോസ് ചെയ്യണം, ആശീർവാദം തീരുകയാണ്. അതുവഴി ഇത്രയും നാള് സാധാരണ ജലമായിരുന്നത് ഇപ്പോൾ വിശുദ്ധ ജലമായിട്ട് മാറുന്നു. എന്താ കാരണം? ദൈവത്തിൻ്റെ ശക്തി വന്നതിൽ നിറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തി വന്ന് ആ ജലത്തിൻ്റെ മേൽ ആവസിച്ചു. അതുകൊണ്ടാണ് അത് ഇത്രയും നാൾ സാധാരണ ജലമാണെങ്കിൽ വിശുദ്ധ ജലമെന്ന് നമ്മൾ പറയുന്നു. ഹന്നാൻ വെള്ളം വിശുദ്ധ ജലമെന്ന് പറയും. ഞാൻ സാധാരണ പറയാറുള്ളത് ഓർഡിനറി വാട്ടർ പ്ലസ് ഹോളി സ്പിരിറ്റ് ഇസ് ദ ഹോളി വാട്ടർ. ഇപ്പൊ ജലത്തിൻ്റെ മേൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ വിശുദ്ധ ജലമായിട്ട് മാറും. മാമോദീസായില് ഈ ആശീർവദിച്ച ജലം കൊണ്ട് കുഞ്ഞിൻ്റെ മേൽ, ആ കുഞ്ഞിൻ്റെ തലയിൽ വൈദികൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ജ്ഞാനസ്നാനപ്പെടുത്തപ്പെടുന്നു, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കുരിശടയാളത്തിൽ ആ ജലം ആ കുഞ്ഞിൻ്റെ മേൽ ഒഴിക്കുമ്പോൾ ആ ജലത്തിലൂടെ ദൈവത്തിൻ്റെ സ്പർശം ആ കുഞ്ഞിൽ വന്ന് പ്രവേശിക്കുകയാണ്, കടന്നു വരികയാണ്. ദൈവാത്മാവിൻ്റെ ശക്തി ആ കുഞ്ഞിലേക്ക്, ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ആ സ്പർശനം എന്നതിൻ്റെ അർത്ഥം. കാരണം എന്താ? അദൃശ്യമായ ദൈവത്തിൻ്റെ വരപ്രസാദം, ദൈവിക ജീവൻ നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നതിന് എപ്പോഴും ഒരു ഉപാധി ആവശ്യമുണ്ട്. ദൈവത്തിനും അത് ആവശ്യമാണ്. അവിടെ കർത്താവ് പോലും യേശുവിൻ്റെ മാമോദീസായുടെ അവസരത്തിൽ ദൈവപുത്രനായിരുന്ന കർത്താവ് ആ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കാൻ വേണ്ടി യോഹന്നാന്റെ മുമ്പിൽ തലകുനിച്ച് നിന്നു. ആ യോഹന്നാൻ, സ്നാപക യോഹന്നാന്റെ കരങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ ശക്തി യേശുവിലേക്ക് അഭിഷേകമായി ചൊരിയപ്പെട്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെ മേലും ആത്മാവ് വന്ന് നിറയട്ടെ, ശക്തി വർഷിക്കപ്പെടട്ടെ കർത്താവേ, അഭിഷേകം സംഭവിക്കട്ടെ കർത്താവേ, ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ശക്തി ഈ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ, ഈ മക്കളുടെ മേൽ വന്ന് നിറയട്ടെ, ആത്മാവേ ഇറങ്ങി വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാമത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, നാമത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, നാമത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്ന ഉപാധികൾ വിശുദ്ധ കൂദാശകളെ കുറിച്ച് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ഈ ദൈവിക സ്പർശനമാണ്. ദൈവാത്മാവിൻ്റെ സ്പർശനം, ദൈവാത്മാവിൻ്റെ കടന്നുവരവ്, അതിനെപ്പോഴും ഒരു ഉപാധി വേണം. അത് വസ്തുക്കളാകാം, വ്യക്തികളാകാം, സ്ഥലങ്ങളാകാം. വസ്തുക്കളിലൂടെ കർത്താവ് തൻ്റെ ആത്മാവിനെ മക്കളിലേക്ക് കടത്തി കൊടുക്കുന്ന, പകർന്നു കൊടുക്കുന്ന വിശുദ്ധ ഉപാധികളാണ് കൂദാശകൾ. നമുക്കറിയാം, വിശുദ്ധ ജലത്തിലൂടെ, വിശുദ്ധ തൈലത്തിലൂടെ, വിശുദ്ധ ധൂപത്തിലൂടെ, വിശുദ്ധ വസ്തുക്കളിലൂടെ ദൈവത്തിൻ്റെ ശക്തി മനുഷ്യരിലേക്ക് കർത്താവ് വർഷിക്കുന്നു. സ്ലീഹന്മാര് വിശുദ്ധ തൈലം പൂശി രോഗികളെ സുഖപ്പെടുത്തിയെന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. മാമോദീസായിലെ ജലത്തിലൂടെയാണ് ശക്തി പകരുന്നത്.
സ്ഥൈര്യലേപനത്തില് വിശുദ്ധ തൈലത്തിലൂടെയാണ് ശക്തി പകരുന്നത്. വിശുദ്ധ കുർബാനയിൽ അപ്പവും മീഞ്ഞുമെന്ന ആ ഉപാധിയിലൂടെയാണ് കർത്താവ് ആത്മാവിനെ ആവസിപ്പിച്ച് വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റുന്ന ആ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്ന് നമ്മൾ സ്പർശിതരായിത്തീരും. രോഗീലേപനത്തിലും ഇതേ കാര്യമാണ് കണക്ക്. തൈലത്തിലൂടെ ആശീർവദിക്കാനുള്ള വിശുദ്ധ തൈലത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നു. വിവാഹത്തിലാണെങ്കിൽ വൈദികന്റെ നേരിട്ടുള്ള ആശീർവാദത്തിലൂടെ, യേശുവിൻ്റെ നാമത്തിൽ കാർമ്മികൻ നൽകുന്ന ആശീർവാദത്തിലൂടെ കർത്താവിൻ്റെ കൃപ മക്കളിലേക്ക് കടന്നു വരുന്നു. തിരുപ്പട്ടത്തിൽ കൈവെപ്പിലൂടെ, മെത്രാന്റെ കൈവെപ്പിലൂടെ ശക്തി കടന്നു വരുന്നു. ഡിവൈൻ ടച്ച്, ദൈവികമായ സ്പർശനം, അത് നവീകരിക്കുന്ന ശക്തിയാണ്, ജീവിതത്തെ നവീകരിക്കുന്ന ശക്തി. പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക, അതുവഴി ലോകത്തെ നവീകരിക്കുക. എന്താണ് അതിൻ്റെ കാരണമെന്ന് കൂടി നമ്മൾ അറിയണം. എല്ലാ നവീകരണത്തിൻ്റെയും പുറകില് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. എല്ലാ നവീകരണത്തിൻ്റെയും, അത് വ്യക്തിയിലായാലും കുടുംബത്തിലായാലും ഇടവകയിലായാലും സഭയിലായാലും ഏത് തലത്തിലാണ്, ലോകത്തിൽ മുഴുവനാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ ഒരു നവീകരണവും സംഭവിക്കുകയില്ല. എല്ലാം നവീകരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ. അവരവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മേൽ കരുണയായിരിക്കണം. ആ കാനാൻകാരി സ്ത്രീ വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മകള് വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയാണ്, പിശാചിനാൽ പീഡിക്കപ്പെട്ട് കഴിയുകയാണ്, നീ അവളെ സുഖപ്പെടുത്തണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കൾക്കുള്ളതെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റിയല്ല. അപ്പോൾ അവള് പറഞ്ഞു, കർത്താവേ, എനിക്ക് മക്കൾക്കുള്ളതൊന്നും തരണ്ട, പക്ഷെ മക്കളുടെ പാത്രത്തിൽ വീഴുന്ന എച്ചില് അപ്പക്കഷ്ണങ്ങൾ കഴിച്ച് അത് തിന്നാൻ നായ്ക്കളും ഭക്ഷിക്കുന്നുണ്ടല്ലോ, ആ ഒരു സ്ഥാനമെങ്കിലും എനിക്ക് തരിക. ഈശോളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം വലുതാണ്. ആ നിമിഷം വീട്ടിലായിരുന്ന മകൾ സുഖം പ്രാപിച്ചു. ആ ശതാധിപൻ വന്ന് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് സംഭവങ്ങൾ അവിടെ പറയുന്നത്, ആ ശതാധിപൻ പ്രാർത്ഥിച്ച് തനിക്ക് വേണ്ടിയല്ല, മറിച്ച് ആ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദൂരത്തായിരുന്ന ആ മകൻ, ആ ഭൃത്യൻ സുഖം പ്രാപിക്കുന്നു. അവൻ്റെ വിശ്വാസം കണ്ടാണ് ഈശോ അതും ചെയ്തത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം. പരിശുദ്ധ മറിയം കാനായിലെ കല്യാണ വിരുന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയല്ല, ആ കുടുംബത്തിന് വേണ്ടിയാണ്. മധ്യസ്ഥത്തിൻ്റെ ശക്തി, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. മകനെ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന മാതാവിൻ്റെ ആ വലിയ മാധ്യസ്ഥ ശക്തി നമ്മൾ ഓർക്കണം. യേശുവിൻ്റെ സന്നിധിയിൽ മകനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിവുള്ള ഏക വ്യക്തി പരിശുദ്ധ മറിയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ മകനെ എന്ന് വിളിച്ച് ആ സ്വാതന്ത്ര്യത്തോടെ അവകാശത്തോടെ വിളിക്കാനുള്ള ആ കഴിവ് പരിശുദ്ധ മറിയത്തിന് മാത്രം. ഔസപിതാവിനും വിളിക്കാം, വളർത്തുപിതാവാണ്. പക്ഷേ മറിയത്തിന് അനന്യമായൊരു സ്ഥാനമാണ്. ആ വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം മാതാവ് യേശുവിനെ വിളിക്കുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല എന്നാണ്. ആ സ്വാതന്ത്ര്യം, അമ്മയുടെ മാധ്യസ്ഥം. മറ്റെല്ലാ മധ്യസ്ഥതയ്ക്കും പെന്തക്കോസ്തായ്ക്ക് മുമ്പ്
സിഹിയോൻശാലെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച മറിയത്തിൻ്റെ ആ മാധ്യസ്ഥ ശക്തി മധ്യസ്ഥതയുടെ ഒരു മോഡലാണ്. നമുക്കറിയാം അനേക അനുഭവങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ. ഈ ശുശ്രൂഷയും അത് തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു ശിഷ്യരായി നമ്മൾ, ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നമുക്കറിയാം ലോകത്തിന് ഇന്ന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. വിശുദ്ധ ഫൗസ്തീനായ്ക്ക്, പോളണ്ടിലെ വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ദിവ്യകാരുണ്യ ഈശോ പ്രത്യക്ഷപ്പെട്ട അവസരങ്ങളിലെല്ലാം അവളോട് പറഞ്ഞത് ലോകത്തിന് വേണ്ടി കരുണ പ്രാർത്ഥിക്കാനാണ്, ദൈവത്തിൻ്റെ കരുണ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചതും ആ കാരുണ്യത്തിൻ്റെ അനുഭവം ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുക്കാൻ വേണ്ടി ആ കരുണയുടെ ഭക്തി പ്രദർശിപ്പിച്ചതും പ്രകടിപ്പിച്ചതും പ്രചരിപ്പിച്ചതും നമുക്കറിയാം. ഒരു കാലത്ത് മുടക്കപ്പെട്ടിരുന്ന ദൈവകരുണയുടെ ഭക്തി ദൈവം തുടങ്ങിയതാണെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറ്റപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഫൗസ്തീനായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങളും കരുണയുടെ ഭക്തിയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ മുടക്കപ്പെട്ടിരുന്നു. പക്ഷേ ദൈവാത്മാവ് ഇടപെട്ട് വാതിലുകൾ തുറക്കപ്പെട്ടു. ലോകമെങ്ങും ആ ഭക്തി പ്രചരിച്ചു. അവിടെയെല്ലാം കർത്താവ് പറയുന്നത് കരുണ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ കരുണ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും കരുണയുടെ ജപമാല ചൊല്ലുന്നവരാണ്. ആ കാരുണ്യത്തിൻ്റെ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്ന ഓരോ രഹസ്യത്തിലും ഓരോ മണികളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും. കണ്ടോ, നമ്മൾ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ കൃപ ലോകത്തിൻ്റെ മേൽ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണത്. ഇന്നിപ്പോൾ അത് കുറച്ചുകൂടെ നവീകരിക്കപ്പെട്ട് ലോകത്തിന് മുഴുവനും വേണ്ടി മാത്രമല്ല, ഓരോ രഹസ്യങ്ങളും 5 രഹസ്യങ്ങളും 5 നിയോഗങ്ങൾ വെച്ച് ചെല്ലുന്ന പതിവ് പല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ രഹസ്യത്തിൽ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാം രഹസ്യത്തിൽ പിതാവേ ഞങ്ങളുടെ മേലും തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാം രഹസ്യത്തിൽ പിതാവേ ഞങ്ങളുടെ മേലും ഇടവകയുടെ മേലും, ഞങ്ങളുടെ ഇടവകയുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ. ഏതൊരു കൂട്ടായ്മയിലാണോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നാലാം രഹസ്യത്തിൽ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഇറങ്ങും. അഞ്ചാം രഹസ്യത്തിലെ പിതാവേ ഞങ്ങളുടെ മേലും സകല മരിച്ച വിശ്വാസികളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം. അവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി. എന്താണത്? ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുമ്പോൾ ദൈവാത്മാവ് ഇറങ്ങി വസിക്കുക. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥന, വളരെ ശക്തമായ പ്രാർത്ഥന. ഈ ശുശ്രൂഷയുടെ അടിസ്ഥാന ലക്ഷ്യം അത് തന്നെയാണ്. ലോകത്തെ സ്പർശിക്കുക, പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുവാൻ വേണ്ടി. ലോകത്തിൻ്റെ മേൽ, സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, പ്രസ്ഥാനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങണം. വ്യക്തികളുടെ മേൽ ഇറങ്ങണം. പരിശുദ്ധ അമ്മ ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ആ കുട്ടികളോട് പറഞ്ഞത്, ആ ഫ്രാൻസിസ്, ലൂസി, ജെസിന്ത എന്ന് പറയുന്ന 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധമ്മ പറഞ്ഞ ആ സന്ദേശങ്ങളെല്ലാം നമുക്കറിയാം. ലൂർദിലായാലും ഫാത്തിമയിലായാലും മെച്ചുഗോറിയയിലായാലും ഗ്വാഡലുപ്പയിലാണെങ്കിലും അല്ലെ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന മോന്തേക്യാരിയിലാണെങ്കിലും അവിടെ എല്ലാം അമ്മയ്ക്കൊരു കാര്യമേ പറയാനുള്ളൂ: പ്രാർത്ഥിക്കുക,
പരിഹാരം ചെയ്യുക, ദൈവത്തോട് അനുരഞ്ജനപ്പെടുക. ദൈവത്തോട് അനുരഞ്ജനപ്പെടണമെന്നാണ് പറയുന്നത്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞ ഒരു സന്ദേശം ഇതാണ്: മക്കളെ, ഇനിയും പാപം ചെയ്ത് ദൈവത്തെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പാപം ചെയ്ത് ദൈവത്തെ ഇനിയും നിങ്ങൾ വേദനിപ്പിക്കരുത്. സ്വർഗീയ പിതാവ് വേദനിക്കുന്നു എന്ന വാക്കാണ് പരിശുദ്ധ മറിയം ഉപയോഗിച്ചത്. പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം, ജലപ്രളയത്തിന് മുമ്പ് മനുഷ്യരെ സൃഷ്ടിച്ചതിൽ ദൈവം വേദനിച്ചു അല്ലെങ്കിൽ ദുഃഖിച്ചു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന് ദുഃഖമുണ്ട്, പരിതപിക്കുകയാണ്. ചെയ്ത മണ്ടത്തരമായി പോയത്. കാരണം മനുഷ്യരുടെ ദുഷ്ടത പെരുകിയപ്പോൾ, മനുഷ്യരുടെ ഇടയിൽ ദുഷ്ടത പെരുകുന്നത് കണ്ട്, ആ ദുഷ്ടതയുടെ ഫലമായി അനേകം സഹിക്കുന്നത് കണ്ട്, അനേക കുടുംബങ്ങൾ, വ്യക്തികൾ അസ്വസ്ഥപ്പെടുന്നത് കണ്ട്, അവിടെ നിലവിളികൾ ഉയരുന്നത് കേട്ട് ദൈവം വേദനിച്ചു എന്നാണ് പറയുക, ദുഃഖിച്ചു എന്ന് പറയും. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം പറയുന്നത്, തിന്മ ചെയ്ത് ഇനിയും നിങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കരുത്. ഇന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മൾ പ്രാർത്ഥിക്കണം. സമയത്ത് ഓരോ ദിവസവും 3 മണിക്ക് മാത്രമല്ല, നമുക്ക് സൗകര്യം കിട്ടും. എത്രയോ അവസരങ്ങൾ നമുക്കുണ്ട്, എത്രയോ സമയങ്ങൾ നമ്മളുണ്ട്. യാത്രയിലായിരിക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, റെസ്റ്റ് ചെയ്യുന്ന അവസരത്തിലൊക്കെ കരുണ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുണ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ദൈവത്തിൻ്റെ കാരുണ്യം ഇറങ്ങുമ്പോൾ മനുഷ്യഹൃദയങ്ങൾ നവീകരിക്കപ്പെടും. പ്രത്യേകിച്ച് സുഖലോലുപതയിൽ ആണ്ടുപോയിട്ടുള്ള മക്കൾ, ഈ ലോകത്തിൻ്റെ വശ്യതകളിൽ പെട്ടുപോയിട്ടുള്ള മക്കൾ, ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കൾ, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ മറന്ന് ഈ ലോകത്തിലേക്ക് കണ്ണുകൾ താഴ്ത്തി ജീവിക്കുന്ന മക്കൾ, സ്വർഗത്തെയെല്ലാം മറന്ന് സ്വർഗീയ ലക്ഷ്യങ്ങളെല്ലാം വിട്ട് ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലും സൗകര്യങ്ങളിലും മുഴുകി ജീവിക്കുന്ന മക്കളുടെ ജീവിതങ്ങൾ പ്രാർത്ഥിക്കണം. മനസ്സാന്തരത്തിന് വേണ്ടി, അതിനേക്കാൾ കൂടുതൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കാര്യം, ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്നത് ഈ മാനസാന്തരത്തിന് ആവശ്യമായിട്ടുള്ളൊരു പ്രത്യേക കാര്യം കർത്താവ് അവിടെ പറയുന്നു. യേശുവിനെ അനുഗമിച്ച ശിഷ്യരെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് പറയുന്ന വചനത്തിൽ പറയുകയാണ്, അതിനുശേഷം ഈശോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 ശിഷ്യരും അവനോടുകൂടി ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളുമായ മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദോസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാനയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഗ്ദലന മറിയത്തെക്കുറിച്ചാണ്. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചൊരു വ്യക്തിയാണ് അവള്. സൗന്ദര്യമുള്ളവളായിരുന്നവര്, ആകർഷണമുള്ള വ്യക്തിയായിരുന്നവള്. പക്ഷേ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് അതിൽ മുഴുകിപ്പോയി. അവർക്ക് മറ്റൊന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. കാരണം എന്താ? ബന്ധിതയായിരുന്നു അവള്. ഇവിടെ പറയുന്നത് 7 ദുഷ്ടാത്മാക്കൾ അവളെ ബന്ധിച്ചിരുന്നു. 7 ദുശീലങ്ങൾ അവളെ കെട്ടിയിരുന്നു. ചില വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതർ പറയുന്നത് ആ ദുഷ്ടാത്മാക്കൾ, ദുശീലങ്ങൾ 7 തിന്മയുടെ അരൂപികളാണ്. ആ തിന്മയുടെ അരൂപികൾ അവളെ ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടെന്താ? അവർക്ക് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയല്ല, സഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയല്ല. എല്ലാ സുഖ സൗകര്യങ്ങളെല്ലാം സേഫ് ആക്കാനുള്ള മൂഡാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന അവസ്ഥ, ബന്ധിതമായ ഒരവസ്ഥയാണ്. ഈ ലോകം നമ്മൾ വശീകരിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറുന്നു. നമ്മളെ
ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടു പോകുന്ന അവസ്ഥ, അവിടെ വിടുതൽ ആവശ്യമുണ്ട്. കർത്താവ് അവളിൽ നിന്ന് ഈ ദുരാത്മാക്കളെ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ സ്വതന്ത്രയായി തീർന്നു. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ളത് കർത്താവിൻ്റെ ആത്മാവിനാലുള്ള വിടുതലാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ധനത്തിൻ്റെ ബന്ധനത്തിൽ, സുഖഭോഗങ്ങളുടെ ബന്ധനങ്ങളിൽ, ആഡംബരങ്ങളുടെ ബന്ധനങ്ങളിൽ, പാവപ്പെട്ടവരുടെ മേൽ കണ്ണുകൾ അയക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം താല്പര്യങ്ങളിൽ, സുഖസൗകര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് അവരുടെ ഹൃദയങ്ങളെ ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചിച്ച് സ്വർഗോന്മുഖരായി ജീവിക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി ഈ പ്രാർത്ഥനയുടെ യജ്ഞത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ കൊച്ചുത്രേസ്യ നമുക്കറിയാം, മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ മാതൃക കാണിക്കുന്ന വ്യക്തിയാണ്. അവരുടെ പ്രാർത്ഥനയിലൂടെ പാപിയെ മാനസാന്തരപ്പെടുത്തിയ വ്യക്തിയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്തവൾ പ്രാർത്ഥിച്ചത്, അവളുടെ സഹനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അതുവഴി ദൈവത്തിൻ്റെ കരുണ ആ വ്യക്തികളിൽ ഇറങ്ങി, ദൈവത്തിൻ്റെ കൃപ ആ പാപികളിൽ ഇറങ്ങി, അവരുടെ ഹൃദയങ്ങളെ നവീകരിച്ചു. തിന്മയുടെ ബന്ധനങ്ങളിൽ അവർ മോചിതരായി സ്വർഗോന്മുഖമായൊരു ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നു. ഇതുപോലെ നമ്മുടെ ഈ ശുശ്രൂഷ വഴിയും അനേക തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് ദൈവാത്മാവിൻ്റെ കൃപയാൽ സ്വർഗോന്മുഖരായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി തന്നെയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിലാണ് നമ്മൾ. കർത്താവായ ഈശോയെ, നീ എല്ലാവരെയും കാണുന്നുണ്ടല്ലോ. കർത്താവായ ഈശോയെ, ആ മഗ്ദലന മറിയത്തെ നീ സ്പർശിച്ച്, ആ ദൈവിക ശക്തിയാൽ സ്പർശിച്ചവളെ ആ ബന്ധനത്തിൽ നിന്നെല്ലാം മോചിച്ചുവല്ലോ കർത്താവേ. ഈ ലോകത്തിൻ്റെ ആസക്തികളാൽ ബന്ധിതരായിരിക്കുന്ന മക്കൾ, സുഖലോലുപതകളിൽ മുഴുകി ജീവിക്കുന്ന മക്കൾ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും കഴിവില്ലാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കൾ, അന്ധരായി പോയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ നിമിഷം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും, ഏതെങ്കിലും വ്യക്തികൾ ഈ ബന്ധനങ്ങളിലാണെങ്കിൽ, യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ അയക്കണമേ. ആത്മാവിന്റെ അഗ്നിയാൽ അവരെ വിശുദ്ധീകരിക്കണമേ. അവരുടെ കെട്ടുകളെ അഴിക്കണമേ കർത്താവേ. നിന്റെ നാമത്തിന്റെ ശക്തി അവരെ വ്യാപരിക്കട്ടെ. അതുവഴി അവർ മോചിതരായി തീരട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അവർ മോചിക്കപ്പെടട്ടെ. ദുഷ്ടതയുടെ കെട്ടുകളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ. അവരെ അന്ധമാക്കുന്ന ശക്തികളിൽ നിന്ന് അവർ മോചിക്കപ്പെടട്ടെ. ദൈവിക വെളിച്ചം അവരിൽ പ്രകാശിക്കട്ടെ കർത്താവേ. നാമത്തിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിറയ്ക്കട്ടെ, നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ വർഷിച്ചവരെ വിശുദ്ധീകരിക്കണം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്വർഗീയ പിതാവേ, നന്ദി പറയുന്നു.
ഈ ശുശ്രൂഷകൾ പങ്കുചേരുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളെയും അങ്ങനെ സ്പർശിക്കണം. യേശുവിൻ്റെ നാമത്തിൽ, നമ്മുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ അങ്ങനെ സ്പർശിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വാത്സല്യം നിറഞ്ഞ മാധ്യസ്ഥം ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളാണ്, പ്രത്യേകിച്ച് കഞ്ചിക്കോട് റാണിയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. റാണിയെ കാണാനായിട്ട് അവസരം കിട്ടിയ അവസരങ്ങളിലെല്ലാം ആ ദൈവിക സന്ദേശത്തിൻ്റെ സ്വാധീനം അവളുടെ വാക്കുകളിലൂടെ ശ്രവിക്കാൻ മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷനിൽ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തപ്പോൾ ആദ്യം വന്ന് പറഞ്ഞതായ വചനം ഞാൻ ഓർക്കുന്നു. അമ്മ നൽകിയ ആ സന്ദേശങ്ങൾ, ലോകത്തിനു വേണ്ടിയുള്ള സന്ദേശങ്ങൾ, ബഹുമാനപ്പെട്ട കടിയാക്കുടി അച്ഛനിലൂടെ ആ നൽകപ്പെട്ട ഉപദേശങ്ങളിലൂടെ അത് തിരിച്ചറിഞ്ഞ് ലോകത്തിന് സന്ദേശമായിട്ട് കഞ്ചിക്കോട് റാണി ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മകളിലൂടെ അമ്മ നൽകിയ ആ ദൈവിക സന്ദേശങ്ങൾ സ്വീകരിച്ച് ജീവിതത്തെ നവീകരിക്കപ്പെടാൻ, സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു നടക്കാൻ, സ്വർഗോന്മുഖരായി ജീവിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ആഗ്രഹം ഈ മകളുടെ വചനങ്ങളിലൂടെ നമുക്ക് ശ്രവിക്കാം. അമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കാം. മാനസാന്തരത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് വിളിക്കുന്ന അമ്മയുടെ സന്ദേശങ്ങൾ ശ്രവിച്ച് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന അമ്മയുടെ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൃപയിൽ ജീവിക്കാൻ നാം ആഗ്രഹിക്കുകയാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നലെ നാം കേട്ടു, കൃപയിലാണെന്ന് പറയുന്നു, എന്നാൽ കൃപയിൽ ജീവിക്കുന്നില്ല. അങ്ങനെയുള്ള മക്കളെ ഓർത്ത് അമ്മയ്ക്ക് ഒത്തിരി സങ്കടമാണെന്ന്. ഈ കൃപയുടെ സുവിശേഷം, ഈ കൃപയുടെ ശുശ്രൂഷ ഇനി 2 ദിനങ്ങൾ കൂടെ ബാക്കി നിൽക്കുന്നു. ഈ 2 ദിനങ്ങളെ കൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഈ സന്ദേശങ്ങൾ മുഴുവൻ പങ്കുവെച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറിലൂടെ ഈശോ സംസാരിക്കുന്നു, 40 ദിവസത്തെ ഈ പ്രാർത്ഥന, പ്രായശ്ചിത്ത, പരിത്യാഗ ശുശ്രൂഷ 40 ദിവസത്തിൽ നമ്മൾ നിർത്തുമെങ്കിലും നിർത്തരുത്, അത് തുടരണം. ഈ ചാനലിലൂടെയുള്ള ഈ ശുശ്രൂഷ 40 ദിനമാണെങ്കിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ, ആഹ്വാനങ്ങൾ എളിമയോടെ സ്വീകരിക്കാൻ ഈശോ നമുക്ക് അവസരം തരും. നമുക്കതിനുകൂടെ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, ഇത്രയും ദിവസം ഈശോ അയച്ച ഈശോയുടെ മക്കളുണ്ട്. വചന ശുശ്രൂഷയിലൂടെ, ഗാന ശുശ്രൂഷയിലൂടെ, ആരാധനയിലൂടെ, ത്യാഗപ്രാർത്ഥനയിലൂടെ ഒക്കെ നമ്മെ ശക്തിപ്പെടുത്താനായിട്ട് ഈശോ തിരഞ്ഞെടുത്ത ഒത്തിരി മക്കളുണ്ട്. അവരെയും നമ്മളെ മുഴുവനായും ലോകം മുഴുവനെയും കൃപ നിറഞ്ഞ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അമ്മേ, കേൾക്കാതെ പോയ കാലഘട്ടങ്ങൾ അജ്ഞതയുടേതായിരുന്നു. അതിനെ കർത്താവ് അവഗണിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കേട്ട ഈ കാലഘട്ടങ്ങൾ, ദൈവിക നന്മകൾ കേട്ട ഈ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറ്റാൻ
മാറാൻ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിൻ്റെ കരച്ചിലിന് അല്പം ആശ്വാസമേകുവാൻ എളിയവരായ മക്കളുടെ ഈ പ്രയത്നവും പ്രാർത്ഥനയും സമർപ്പണവും കാരണമാക്കണമേ അമ്മേ. അമ്മയുടെ വിശുദ്ധിയുള്ള പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഈ എളിയ പ്രാർത്ഥനയും അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സന്ദേശം തുടർന്ന് കേൾക്കാം. ക്ഷമയുടെ ചൈതന്യത്തെ അവഗണിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ആത്മീയമല്ലാത്ത അവസ്ഥയിൽ പ്രസംഗിക്കപ്പെടുകയും സ്വന്തം ജീവിതത്തിലൂടെ ആത്മവഞ്ചകരാകുകയും ചെയ്യുന്നവരെയോർത്ത് ഞാൻ വേദനിക്കുന്നു. അമ്മയ്ക്ക് മക്കളെക്കുറിച്ചുള്ള വേദനയാട്ടോ. ക്ഷമയുടെ ചൈതന്യം, ക്ഷമയുടെ ചൈതന്യം. ഈശോ പറഞ്ഞു ക്ഷമിക്കാൻ. ആരോടും ദേഷ്യം വെച്ച് പുലർത്തരുതെന്ന് ഈശോ പറഞ്ഞു. ഈശോ ക്ഷമിച്ചില്ലേ? ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം ഞാൻ പറയാം. ഈ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ ചേർത്ത് പിടിച്ച വ്യക്തിത്വങ്ങളുണ്ട്, വളരാൻ സഹായിച്ച മക്കള്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് തള്ളിപ്പറഞ്ഞ് ചെയ്യാത്തൊരു കാര്യം, ചിന്തിക്കാത്തൊരു കാര്യം, മനസ്സിൽ ഓർക്കാത്തൊരു കാര്യം ചെയ്തെന്നുള്ള കുറ്റപ്പെടുത്തൽ വഴിയായിട്ട് ഈ ശുശ്രൂഷയെ അവഹേളിച്ച് കാണിക്കാനായി ഒത്തിരി പരിശ്രമിച്ച ഒരു സംഭവം. എല്ലാ തലങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. അതെനിക്ക് എൻ്റെ മാനുഷികതയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു. കുറേ കരഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇനി വറ്റിപ്പോയി വരാനില്ലാത്തതുപോലെ കരഞ്ഞു. ഇപ്പം അത് ഓർക്കുമ്പോൾ മനസ്താവും ഉണ്ട് കേട്ടോ. അന്ന് കുറേ കരഞ്ഞു. ഞാൻ ഈശോയുടെ മുൻപിൽ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ഈശോയെ, ഇത് ഈശോ അനുവദിക്കുന്നതാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണം. ഇത് തിന്മയുടെ കളിയാണെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ഇത് മനസ്സിലാകുന്നത് വരെ, ഈശോ മനസ്സിലാക്കി തരുന്നത് വരെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ലെന്ന് പറഞ്ഞ് ഈശോയുടെ തിരുമുൻപിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ഈശോയുടെ മക്കളെ, നിങ്ങൾ ഓർക്കരുത് ഞാൻ വലിയൊരു പുണ്യവതിയാണെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതെന്ന് ഓർക്കരുത് കേട്ടോ. അത്രയ്ക്ക് വേദനയായിരുന്നു. അതുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ കയ്യിൽ കത്രിക കൊടുത്ത് മുറിക്കുമ്പോൾ കിട്ടുന്നൊരു വേദനയുണ്ടല്ലോ, അത് ഇപ്പം അതൊരു സുഖമാണ്. അന്നും വല്ലാത്ത വേദന തോന്നി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 ദിവസം വിശുദ്ധ കുർബാന മാത്രമേ ഞാൻ സ്വീകരിച്ചുള്ളൂ. 3-ാമത്തെ ദിവസം എൻ്റെ ആത്മീയ പിതാവ് ഫാദർ എബ്രാഹാം കടിയക്കുഴി ഈ ഭവനത്തിലേക്ക് വന്നു. ഞാൻ അച്ഛനോട് ഇതൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അച്ഛൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട CJ വർക്കി അച്ഛനും കൂടെ കുളത്തുവയലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, റാണിയുടെ ഭവനത്തിൽ ചെന്ന് അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് കുടിക്കാൻ കൊടുക്കുക, എന്നിട്ട് സംസാരിക്കുക എന്ന് പറയാൻ പറഞ്ഞു അച്ഛൻ വന്നിട്ട്. അപ്പം ഞാൻ ആകെ വണ്ടടിച്ചു, ദൈവമേ ഞാനിതിപ്പോൾ ആരോടും പറയാതെ സഹിച്ചു കഴിച്ചു കൂട്ടാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതേ. അങ്ങനെ അച്ഛൻ വന്നു. ഒന്നും മിണ്ടുന്നില്ല അച്ഛൻ വന്ന് മുട്ടുകുത്തി ജപമാല ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്ത് അച്ഛന് കുടിക്കാനായിരിക്കും എന്ന്. അച്ഛൻ ആ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് ആശീർവദിച്ചിട്ട് അത് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ കിടന്ന് വിഷമിക്കുക, ഈ വെള്ളം കുടിക്കില്ല എന്ന് കർത്താവിനോട് പറഞ്ഞിരിക്കണേ. കർത്താവ് എത്തിച്ച വഴി കണ്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കറിയാം റാണി വലിയ പ്രതിജ്ഞയൊക്കെ എടുത്താൽ നിൽക്കുന്നതെന്ന്, പക്ഷേ വർക്കിയച്ഛനും പറഞ്ഞു വിട്ടു ഈ വെള്ളം കുടിക്കണമെന്ന്. ഞാൻ അനുസരണപൂർവ്വം കുരിശ് വരച്ച് ആ വെള്ളം കുടിച്ചു. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പം ഞാൻ സംഭവം പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, റാണി ഉപവസിച്ചോ, പ്രാർത്ഥിച്ചോ, ഇതിന് ഉത്തരം കിട്ടുവോളം അങ്ങനെ പ്രാർത്ഥിച്ചോ, പക്ഷെ വെള്ളം കുടിക്കണം. രാത്രിയിൽ ഒരു നേരമെങ്കിലും കഞ്ഞിയോ ബ്രെഡോ കഴിക്കണം. ഞാൻ അനുസരിച്ചു. അതുപോലെ മുന്നോട്ട് പോകുക. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, അന്നൊക്കെ മാതാവ് നേരിട്ട് വന്ന് സന്ദേശം നൽകുന്ന സമയമായിരുന്നു. 3 മാസത്തേക്ക് ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടില്ല. ഒരു സന്ദേശവും എനിക്ക് കിട്ടിയില്ല.
ഒരു ആശ്വാസം കിട്ടാവുന്ന ഒരു ഉറവിടങ്ങളില്ലാത്ത പോലെ, ഉറവ വറ്റിപ്പോയ ഒരു കിണറിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയുള്ള അനുഭവം, ഭയങ്കരമായ ആത്മീയ വേദന. എന്നാൽ 3-ാം മാസം തികയുന്നെന്ന് പാതിരാത്രിക്ക് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ വേദനിപ്പിച്ച വ്യക്തിയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്. അപ്പം ഞാൻ അമ്മയ്ക്ക് സ്തുതി ചൊല്ലി. അമ്മ പറഞ്ഞു, കുഞ്ഞെ നീ എന്തിനാ വിഷമിക്കുന്നേ? അമ്മയുടെ ചോദ്യത്തിന് ഞാൻ കൊടുത്തത് വേറൊരു ചോദ്യം. അമ്മ ഇത്ര നാൾ എവിടെയായിരുന്നു? ഞാൻ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ എവിടെയായിരുന്നു? അമ്മേ, ഞാൻ അനുഭവിച്ച സങ്കടം എന്തുമാത്രമാണ്. അമ്മ പറഞ്ഞു, മോളെ നീ യേശുവിനെ വിശ്വസിക്കുന്നുവോ? ഉവ്വ അമ്മേ. എങ്കിൽ നീ ഒന്ന് കേൾക്കണം. നീ യേശുവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശു നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എത്ര വലിയ സഹനത്തിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയാലും യേശുവിനെ തള്ളി പറയില്ലെന്ന എൻ്റെ മകൻ്റെ വിശ്വാസം. ആ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പത്രോസ് ശ്ലീഹ പറഞ്ഞതുപോലെ ആകസ്മികമായിട്ട് എന്തോ സംഭവിച്ചതെന്നാലോ എന്ന പോലെ നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഈശോ ഒരു കുരിശിൽ കിടന്നുകൊണ്ട് ഒരു പുഴുവിനെ പോലെ കിടന്ന് പിടയുന്നത് ഞാൻ കണ്ടു. ആ പിടയുന്ന ഓരോ പിടച്ചിലും എൻ്റെ കർത്താവിൻ്റെ തിരുശരീരത്തിൽ നിന്ന് ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന് പറയുന്നത് പോലെ രക്തം വാർന്നൊഴുകുന്നത് ഞാൻ കണ്ടു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, കുഞ്ഞേ എന്താ നീ കാണുന്നേ? ഞാൻ പറഞ്ഞു, അമ്മേ ഒരിക്കലും കണ്ട് സഹിക്കാൻ പറ്റാത്ത ദാരുണമായ ഈശോയുടെ സഹനമാണ് ഞാൻ കാണുന്നത്. അമ്മ പറഞ്ഞു, മോളെ നീ എൻ്റെ മകനെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? ഉണ്ടെന്നല്ലേ നീ പറയുന്നേ? സത്യമായിട്ടും അമ്മേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മകൻ ഇത്രയേറെ സഹനങ്ങൾ കൊടുത്തവരോട് എൻ്റെ മകൻ ക്ഷമിച്ചോ? അമ്മേ ക്ഷമിച്ചു. എൻ്റെ മകനെ കാർക്കിച്ചു തുപ്പിയവരോട് ക്ഷമിച്ചോ? അമ്മേ ക്ഷമിച്ചു. എൻ്റെ മകനെ കുരിശിലേറ്റി ആണിയടിച്ചവരോട് ക്ഷമിച്ചോ? ക്ഷമിച്ചു അമ്മേ. അമ്മ പറഞ്ഞു, ഇല്ല, എൻ്റെ മകൻ ക്ഷമിച്ചില്ല. എനിക്ക് ആകെ വിഷമായി. ഞാനിതുവരെ കേട്ടിട്ടുള്ളത്, അനേകരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും ഈശോ ക്ഷമിച്ചു എന്നാണല്ലോ. അമ്മ പറഞ്ഞു, മോളെ എൻ്റെ മകൻ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. ഇവർക്കറിയില്ല, നമുക്കറിയാം. പിതാവിന് ഈശോയ്ക്ക് അറിയാം ഇത് രക്ഷാകരമായ രഹസ്യത്തിൻ്റെ ഭാഗമാണെന്നും കുരിശുമരണം ഒരു കെട്ടുകഥയല്ലെന്നും കുരിശുമരണത്തിലൂടെ മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ പറ്റൂ എന്നും കുരിശിലെ മരണം പാപപരിഹാര ബലിയാണെന്നും അത് സംഭവിക്കണമെന്നും പിതാവേ എനിക്കും അങ്ങേക്കും അറിയാം. അതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല, ഇവരോട് ക്ഷമിക്കണേ എന്നാ പ്രാർത്ഥിച്ച്. അതായത് യേശുവിനോട് അവരോട് ക്ഷമിക്കാനായിട്ട് ദേഷ്യം ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നീ ആ യേശുവിനെയാണ് അനുഗമിക്കുന്നതെങ്കിൽ, സ്നേഹിക്കുന്നതെങ്കിൽ, നിനക്ക് ഈ കൊച്ചു സഹനം നിന്റെ പേരിന് കളങ്കം വരുത്തിയെന്നോ നീ ചെയ്യാത്തത് ചെയ്തെന്നോ പറഞ്ഞൊരു കുഞ്ഞ് സഹനം വന്നപ്പോൾ എന്തിനാ കുഞ്ഞ് ആവലാതിപ്പെടുന്നേ? എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ മക്കളെ, അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് എത്ര കിലോ ഭാര പുറത്തു പോയെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷമിക്കാനായിട്ട് നമുക്ക് കാരണങ്ങൾ അന്വേഷിക്കേണ്ട, കുരിശിലേക്ക് നോക്കിയാൽ മതി. കുരിശിലേക്ക് നോക്കിയാൽ പൊറുക്കാൻ പറ്റാത്തൊരു അപരാധവും നമുക്ക് നേരെ ദൈവം അഴിച്ചുവിടില്ല. ഈ ലോകത്തിനോ പിശാചിനോ നമുക്ക് തരാനും പറ്റില്ല. കാരണം എല്ലാം ക്ഷമിച്ചവനാണ് എൻ്റെ രക്ഷകൻ എന്ന് ഓർമ്മയുണ്ടെങ്കിൽ ആ കുരിശ് മറന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത. കുരിശിനോർത്ത്, കുരിശ് മരണത്തെ, ദിവ്യ ബലിയെ, കുരിശിലെ ബലിയെ ഓർത്ത് ക്ഷമിച്ച് നമുക്ക് ജീവിക്കാം. ക്ഷമ ഒരു ചൈതന്യമാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ആത്മീയമല്ലാത്ത അവസ്ഥയിൽ പ്രസംഗിക്കപ്പെടുകയും സ്വന്തം ജീവിതത്തിലൂടെ ആത്മവഞ്ചകരാകുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. തിന്മ നന്മ രൂപേണ വരുന്നു എന്ന് പറയുന്നത് പോലെ
ആത്മീയമല്ലാത്തതിനെ ആത്മീയമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന കുറേ മക്കൾ ഇന്ന് ലോകത്തുണ്ട്. തിരിച്ചറിയണം കള്ളനാണയങ്ങളെ, ഇത്തിൽ കണ്ണികളെ മാറ്റാൻ പരിശുദ്ധ അമ്മ തുടർന്ന സന്ദേശത്തിൽ പറയുന്നുണ്ട്, മക്കളെ, രക്ഷയുടെ മാർഗത്തിലുള്ള ഇത്തിൽ കണ്ണികളെ മാറ്റാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അപ്പം ആരിലൂടെ അത് സംഭവിക്കേണ്ടത്? എന്നിലൂടെയും നിങ്ങളുടെയും. നമുക്ക് ക്ഷമിക്കാം, നമുക്ക് സ്നേഹിക്കാം, ക്ഷമയുടെ ചൈതന്യത്തിൽ നിലനിൽക്കാം. ഏതവസ്ഥയിലും സമർപ്പണത്തിൻ്റെയും സന്യാസത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും മനോഭാവത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ക്ഷമ അതുണ്ടെങ്കിൽ സമൂഹ ജീവിതം സന്തോഷമാണ്. ക്ഷമ അതുണ്ടെങ്കിൽ കുടുംബജീവിതം സന്തോഷമാണെന്നേ. വിശുദ്ധി പ്രാപിക്കാൻ ക്ഷമ അനിവാര്യമാണ്. ക്ഷമിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റൂ. സ്നേഹിക്കുന്നു എന്ന് പറയുകയും ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം, ക്ഷമിച്ച് സ്നേഹിക്കാം. എല്ലാറ്റിനുമുപരി ദൈവത്തിൻ്റെ കാരുണ്യം അവഗണിച്ചുകൊണ്ട് പായുന്ന ഈ ലോകത്തിൻ്റെ മേൽ ദൈവനീതി എപ്രകാരമാണ് നടപ്പാകുക എന്നോർത്ത് ഞാൻ ഇന്നും കരയുന്നു. അമ്മ കരയുന്നു, രക്തക്കണ്ണുനീരൊഴുക്കി അമ്മ കരയുന്നു. എല്ലായിടത്തും അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിപ്പോകാറില്ലേ? അമ്മയുടെ കണ്ണീര് വറ്റിപ്പോയി അയ്യോ എന്ന് കഷ്ടം വയ്ക്കും. പെറ്റ അമ്മ കരയുന്നത് കണ്ടിട്ട് കണ്ണീര് വറ്റിപ്പോയതോർത്ത് ഒരാളും ഇന്ന് വരെ കഷ്ടം വെച്ചിട്ടില്ല. അയ്യോ അമ്മ കരയുന്നില്ലേ, അയ്യോ അവിടുത്തെ അത്ഭുതം തീർന്നോ, എല്ലാം കഴിഞ്ഞു. ഇല്ല മക്കളെ, അത് ആരംഭിച്ചിട്ടേയുള്ളൂ. അത് നിന്നിലാണ് ആരംഭിച്ചത്, അത് എന്നിലാണ് ആരംഭിച്ചത്, അത് സഭയിലാണ് ആരംഭിച്ചത്, അത് കുടുംബത്തിലാണ് ആരംഭിച്ചത്. ആ കരച്ചിൽ ഇന്നുമുണ്ട് സ്വർഗത്തില്. നീ ഞാനും കണ്ടിട്ടും കാണാത്ത പോലെ കണ്ണടച്ച് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ കാഴ്ചക്കുറവല്ല നമ്മുടെ കുറവ്, കാഴ്ചകൾക്കപ്പുറത്തേക്കുള്ളൊരു ജീവിത സാക്ഷ്യം നമുക്കില്ല. ഈശോയ്ക്ക് അതുണ്ടായിരുന്നു, കന്യകാമറിയത്തിന് അതുണ്ടായിരുന്നു, നമുക്കില്ലാത്തതും അത് തന്നെയാണ്. അതുകൊണ്ട് അമ്മയുടെ ആഹ്വാനം സ്വീകരിച്ച് അമ്മയുടെ കണ്ണുനീരൊപ്പാൻ ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. മകളെ, പൈശാചികമായൊരു തകർച്ച ആത്മാക്കളെ വഞ്ചിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കടന്നു വരുമെന്നല്ല പറഞ്ഞത്, കടന്നു വന്നു കഴിഞ്ഞു. മക്കളെ, ഉയർന്ന സ്വരത്തിൽ കണ്ണുനീരോടെ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുന്നു. സാത്താനെ ചെറുത്തു തോൽപ്പിക്കുക. ജപമാല പ്രാർത്ഥന, കൗദാശിക ജീവിതം, സഹന ജീവിതം അമ്മയുടെ മുഖമുദ്രയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ അമ്മ പറഞ്ഞിട്ടുള്ളത് അതാ. ജപമാല പ്രാർത്ഥന, കൗദാശിക ജീവിതം, സഹന ജീവിതം, ഇവ സ്വീകരിക്കാൻ ഈ അമ്മയുടെ കണ്ണുനീരിനോട് അലിഞ്ഞു ചേർന്ന് നിങ്ങൾ തയ്യാറാകുക. ലോകത്തിൻ്റെ പ്രൗഢി കൊണ്ട് അലങ്കരിക്കപ്പെട്ട് പാപത്തിൻ്റെ അടുക്കുകളാൽ വശീകരിക്കപ്പെട്ട് ദൈവീക പദ്ധതികൾക്ക് വഴങ്ങാൻ നിവൃത്തിയില്ലാതെ അസ്ഥിക്കൂടം പോലെ അഹങ്കാരം കൊണ്ട് ബലം പിടിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ തച്ചുടയ്ക്കുവിൻ. നമ്മൾ എന്താ ഉടച്ചു കളയേണ്ടത്? ലോകത്തിൻ്റെ അലങ്കാരം, പ്രൗഢി, ഞാൻ വലിയവൻ, ഞാൻ വലിയവൾ, ഞാൻ സുന്ദരി, ഞാൻ ബഹുമാന്യൻ, ഞാൻ പ്രിയങ്കരൻ, ലോകത്തിന് അങ്ങനെയുള്ള പ്രൗഢി കൊണ്ട് വിശിഷ്ട വസ്തുക്കളെന്ന് വ്യാജേന അതിനെയൊക്കെ വെച്ച് അലങ്കരിച്ചൊരു ജീവിതം. എന്നിട്ട് ആ ജീവിതം പാപത്തിൻ്റെ അടുക്കുകളാൽ വശീകരിക്കപ്പെട്ട് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, അടുക്കുകളായിട്ട് പാപത്താൽ വശീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വഴങ്ങാൻ നിവൃത്തിയില്ലാതെ, കുമ്പിടാൻ പറ്റാതെ, ദൈവ തിരുമനസ്സിനോട് ആമേൻ പറയാൻ പറ്റാതെ, ദൈവിക എളിമയില്ലാതെ, ക്ഷമയില്ലാതെ, സ്നേഹമില്ലാതെ, വിരോധം വെച്ച് പുലർത്തി പ്രശസ്തി നേടി, പ്രാധാന്യം നേടി, മറ്റുള്ളവരുടെ മുൻപിൽ വലിയവനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്തില്, പണത്തില്, ഭൂമിയില്, സ്ത്രീയില് എല്ലാം പാപവശീകരണത്തിൻ്റെ ആ അവസ്ഥകളൊക്കെ അതിനാലൊക്കെ വശീകരിക്കപ്പെട്ടിട്ട് അസ്ഥിക്കൂടം പോലെ, അസ്ഥിക്കൂടത്തിന് ബലമുണ്ടോ? ചിന്തിക്കണം. അസ്ഥിക്കൂടം പോലെയാണ് അഹങ്കാരം കൊണ്ട് ബലം പിടിച്ചിരിക്കുന്നത്. അമ്മ പറയാ, അങ്ങനെയുള്ള നിങ്ങളുടെ ഹൃദയങ്ങളെ തച്ചുടയ്ക്കുവിൻ, തച്ചുടയ്ക്കുവിൻ. നമ്മൾ ഇതൊക്കെ ഈ പ്രൗഢി കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ബലവാന്മാരാണെന്ന വിചാരം.
ഒരു അസ്ഥിക്കൂടത്തിന് അങ്ങനെ ചിന്തയുണ്ടായിരിക്കാം, ഞാൻ പൂർണ്ണനാണെന്ന്. പക്ഷെ അസ്ഥിക്കൂടം അറിയുന്നുണ്ടോ അതിനെ പൊതിഞ്ഞിരിക്കുന്ന മജ്ജയും മാംസമൊക്കെ പോയി കഴിഞ്ഞെന്ന്? ആ അഹങ്കാരം, അതാണ് അഹങ്കാരം കൊണ്ടാണ് ആ ബലം പിടിച്ചിരിക്കുന്നത്. അല്ലാതെ സ്വാർത്ഥതയിൽ ബലം പിടിച്ച അസ്ഥിക്കൂടത്തിന്, അഹങ്കാരം കൊണ്ട് ബലം പിടിച്ച അസ്ഥിക്കൂടത്തിന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഞാൻ ഇത്ര ബലമില്ലാത്ത വ്യക്തിയാണെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ ബലം പിടിച്ച് നടക്കുന്നു. ആ ഹൃദയത്തെ തച്ചുടയ്ക്കുവിൻ. അതാണ് ജോയൽ പ്രവാചകൻ പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. ഇന്ന് വസ്ത്രം കീറി നടക്കുന്നവരെ കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ കേട്ടു. വസ്ത്രം കീറി നടക്കുക, ഹൃദയം കീറണം. ഹൃദയം കീറുന്ന ശുശ്രൂഷയാണിത്. ഹൃദയം കീറിയിട്ട് പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നമ്മെ വച്ചു കൊടുക്കുന്ന ശുശ്രൂഷയാണിത്. ഈ ശുശ്രൂഷയിലേക്ക് അനേകരെ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളെ ദൈവമഹത്വത്തിനായിട്ട് സ്വീകരിച്ച് പങ്കെടുത്ത് അനേകരിലേക്ക് കൊടുക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നിന്റെ അഹങ്കാരം കെട്ടടങ്ങിപ്പോകും. ലോകത്തിന്റെ പ്രൗഢി നിന്നിൽ നിന്ന് ഓടിപ്പോകും. നീ വിഷമിക്കേണ്ട, അത് നീ സ്വീകരിക്ക്. നീ ദൈവത്തിന്റെ പ്രൗഢിയില് ദൈവീക സിംഹാസനത്തിൽ ഇരിക്കാനായി നമുക്ക് സ്ഥലം ഒരുക്കാൻ പോയിട്ടുണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ലേ? സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞില്ലേ? ആ വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ സ്വർഗീയ ഇരിപ്പിടത്തിലേക്ക് നമ്മൾ ഇരിക്കാൻ പ്രാപ്തരാകേണ്ടതിന് ഈ അഹങ്കാരം നമുക്ക് വെടിയാം. നമുക്ക് വേണ്ട, അത് ഗുണം ചെയ്യുന്നില്ല. ക്ഷമിക്കാം, ക്ഷമിച്ച് നമുക്ക് സ്നേഹിക്കാം. ഇതൊക്കെ ഈ അനുദായ്മകളൊക്കെ വെച്ചിരിക്കുന്ന ഹൃദയത്തെ നമുക്ക് ഉടച്ച് മാറ്റാം നമുക്ക്. എന്നിട്ട് പരിശുദ്ധാത്മാവിൽ പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ചുദ്ധാനം ചെയ്ത യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കാറില്ലേ? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശരീരത്തോടെ. അവിടെ പൂർണ്ണത മാത്രമേ ഉള്ളൂ. ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയാൻ പൂർണ്ണരാകാൻ നമുക്ക് ശ്രമിക്കാം. അമ്മ പറയുന്നു, ഈ അമ്മ സഹായിക്കാം മക്കളെ, അതിനായിട്ട് അമ്മ സഹായിക്കാമെന്ന്. സഭയെ പ്രകാശിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും നിങ്ങൾ കടപ്പെട്ടവരാണ്. ഇന്ന് രക്തസാക്ഷികളാകുന്ന മക്കളുടെ ചുടുനിണത്തോട് ചേർന്ന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവിൻ. ഏറ്റവും വലിയ ദുരന്തം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. പരിശുദ്ധ അമ്മ വീണ്ടും പറയുന്നു, ഏറ്റവും വലിയ ദുരന്തം ലോകത്തിലല്ല, മഹാമാരിയാലല്ല, വൈറസിന്റെ വ്യാപനത്തിലൂടെയല്ല. ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. എന്നിലും നിന്നിലും സംഭവിച്ച ദുരന്തം എന്താണ്? ഈ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതമല്ലേ ലോകത്ത് നടമാടുന്ന അസമാധാനങ്ങൾ? കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും വർണ്ണവിവേചനത്തിൻ്റെയും മതവർഗത്തിൻ്റെയും പേര് പറഞ്ഞ് മക്കളെ കുരുതി കഴിക്കുന്ന, മനുഷ്യൻ്റെ ജീവന് വിലയുണ്ടെന്ന് മനസ്സിലാക്കാത്ത ദുരന്തം പിടിച്ച ജീവിതങ്ങളുടെ ആവർത്തനമല്ലേ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള അവസ്ഥകൾക്ക് മാറ്റം വരാൻ എന്നെയും നിന്നെയും ദൈവപൈതലേ ദൈവം അവശേഷിപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ച് നേടാൻ, സ്വർഗം നേടാൻ. അമ്മ പറഞ്ഞില്ലേ, അമ്മയുടെ കൈപിടിക്ക് പിതൃഭൂമിയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നെടുക്കാമെന്ന്. അഹങ്കാരം വെടിഞ്ഞ്, ക്രൂരത വെടിഞ്ഞ്, ക്ഷമിച്ച് സ്നേഹിച്ച് ദൈവീക പദ്ധതിയുടെ തിരുമുൻപിൽ ആമേൻ പറഞ്ഞ് എളിമയോടെ ദൈവസ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം. നമുക്കതിനായിട്ടൊരുങ്ങാം. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഹല്ലേലൂയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ.
വിളക്കിൻ നടുവിൽ ശോഭപൂർണന മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണന മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ ആരാധന ആരാധന കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയെ സന്നിഹിതനായിരിക്കുന്ന യേശുവേ, മഹത്വത്തിൽ വാഴുന്ന കർത്താവേ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഏറ്റുപറഞ്ഞ് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ചെയ്യാനിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങ് നൽകാനിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറയുന്നു. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ ആരാധന 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 യേശുനാഥന് ആരാധന യേശുനാഥന് ആരാധന രക്ഷകനേശുവിന് ആരാധന സൗഖ്യദായകന് ആരാധന 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 യേശുനാഥന് ആരാധന
കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളുടെ വേദനകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയുള്ള കർത്താവേ, നിന്റെ കൃപയുടെ കരം ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പക്കലേക്ക് എത്തിയ രോഗികളുടെ മേൽ അനുകമ്പ തോന്നി അവരെ അനുഗ്രഹിച്ച കർത്താവേ, അപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന രോഗികളെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിൽപ്പെട്ട മക്കളെ മോചിച്ച കർത്താവേ, തിന്മയുടെ ബന്ധനങ്ങളിൽപ്പെട്ട് കഴിയുന്ന മക്കളെ മോചിക്കണമേ. പാപികൾക്ക് മോചനം നൽകിയ കർത്താവേ, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന മക്കളെ മോചിക്കണമേ. ഈ ലോകത്തിന്റെ വശ്യതകളിൽപ്പെട്ട് ഈ ലൗകികമായ ജീവിതത്തിൽ വ്യാപരിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, സക്കേവൂസിനെ മാനസാന്തരപ്പെടുത്തിയ അങ്ങ്, നിക്കോദെമസിനെ മാനസാന്തരപ്പെടുത്തിയ അങ്ങ്, കർത്താവേ, ചുങ്കക്കാരൻ മത്തായിയെ മാനസാന്തരപ്പെടുത്തിയ അങ്ങ്, ഈ ലോക സുഖങ്ങളിൽപ്പെട്ട് അത് ബന്ധിതരായി ജീവിക്കുന്ന മക്കളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ കൃപയുടെ കരം ആ മക്കളുടെ മേൽ ഇപ്പോൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, ദൈവികമായ ജീവിതത്തെക്കുറിച്ച് താല്പര്യമില്ലാതെ ലോക സുഖങ്ങളിൽ മുഴുകിക്കഴിയുന്ന മക്കളുടെ മോചനത്തിന് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു നിമിഷം എല്ലാവരും വലതുകരം ഉയർത്തട്ടെ, യേശുവിന്റെ പരിശുദ്ധമായ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ആ മക്കളുടെ മേൽ ഇറങ്ങട്ടെ. എല്ലാ ബന്ധനങ്ങളിൽ കഴിയുന്ന മക്കളുടെ മേൽ കൃപ ചൊരിയപ്പെടട്ടെ. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ഈ മക്കളെ ബന്ധിക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, അവ എന്ത് തന്നെയായിരുന്നാലും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവയെല്ലാം ഞങ്ങൾ ശാസിച്ചു ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ വാദങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ അവയെന്ന മക്കളെ ബന്ധിക്കാതിരിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. ബന്ധനങ്ങൾ മോചിക്കപ്പെടട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. മധ്യാസത്തെ ബന്ധനങ്ങൾ കഴിയുന്ന മോചിക്കപ്പെടട്ടെ. Jesus' mighty name, I bind all evil spirits which disturbs their life and causes any kind of problems in their life. I bind them and send to the feet of Jesus, never to come again. Lord, anoint everyone with your power. Touch everyone with your power. Heal everyone, oh Lord. Thank you, Jesus, for the deliverance that you are giving at this moment. May the Spirit of the Lord come upon everyone and heal everyone, deliver everyone from all negative powers in their life. Lord, touch everyone with your power. Touch everyone with your power and deliver everyone from all bondages of sickness and powers of darkness. Thank you, Jesus, for the deliverer. Thank you, Jesus. Praise you, Jesus. Praise you, Jesus. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുനാമത്തിൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ in the mighty name of Jesus the Lord, let everyone be touched at this moment, in this holy hour. Let everyone be touched at this moment by the power of the Holy Spirit. I bind all evil spirits. This time, Lord, protect me and all my relatives with your precious blood. Halalaba, shi halalaba, shi halalaba, yalalaba, shi halalaba, yalalaba, shi halalaba, 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 yalalaba. യേശുനാമത്തിന്റെ ശക്തി നിറയട്ടെ, ശക്തി നിറയട്ടെ.
നിറയട്ടെ കർത്താവേ, ശക്തി നിറയട്ടെ. ഈ മക്കളുടെ മേൽ കൃപ ചൊരിയപ്പെടട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങട്ടെ കർത്താവേ. അഭിഷേകം നടക്കട്ടെ, അഭിഷേക ശക്തി നിറയട്ടെ, ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ആത്മാവിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ. ഈ മക്കളുടെ ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ. സ്വർഗത്തിന്റെ ശക്തി നിറയട്ടെ, സ്വർഗത്തിന്റെ ശക്തി നിറയട്ടെ. കർത്താവികളായിരിക്കുന്ന കുടുംബങ്ങൾ, ആ ഭവനത്തിന്റെ മുറികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവെ, ആ കുടുംബത്തെ അസ്വസ്ഥപ്പെടുന്ന എന്തെങ്കിലും തിന്മയുടെ ശക്തികളുണ്ടെങ്കിൽ നിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ അതിൽ പ്രവേശിക്കട്ടെ കർത്താവെ. ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. ഈ കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വിടുതലിന്റെ രാത്രിയായിരിക്കട്ടെ കർത്താവേ. നിന്റെ ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങി മോചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങളുടെ കെട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്ന മക്കൾ മോചിക്കപ്പെടട്ടെ. കർത്താവിന്റെ ശക്തി ഇപ്പോൾ അവരിൽ വ്യാപരിക്കട്ടെ. ഈശോയെ, കണ്ണുനീരോടുകൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, അവരുടെ കണ്ണുനീര് നീ കണ്ട് കർത്താവെ, ആ കാനാൻകാരി സ്ത്രീയുടെ മേൽ അലിവ് തോന്നി അവരുടെ മകളെ സുഖപ്പെടുത്തിയതുപോലെ, മോചിച്ചതുപോലെ അവരുടെ മക്കളെ നീ മോചിച്ച് വിശുദ്ധീകരിക്കണം. ആത്മാവിന്റെ ശക്തി നിറയട്ടെ, ആത്മാവിന്റെ ശക്തി നിറയട്ടെ, ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ലോകത്തിന് മുഴുവനും വേണ്ടി ഫാത്തിമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ അവസരത്തിൽ മാലാഖ കുട്ടികളെ പഠിപ്പിച്ചതായ വിശുദ്ധമായ മാധ്യസ്ഥ പ്രാർത്ഥന നമുക്കിപ്പോൾ ആവർത്തിക്കാം. കർത്താവിനെ ആരാധിക്കാത്തവർക്ക് വേണ്ടി ആരാധിക്കുവാൻ പറഞ്ഞ് മാലാഖ കുട്ടികളെ പഠിപ്പിച്ചു. നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ദൈവത്തെ ആരാധിക്കാത്തവർക്ക് വേണ്ടി ആരാധിക്കാൻ, നന്ദി പറയാത്തവർക്ക് വേണ്ടി നന്ദി പറയാൻ, വിശ്വസിക്കാത്തവർക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആശ്വസിപ്പിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, അവിടത്തേക്ക് നന്ദി മാപ്പപേക്ഷിക്കാത്തവർ മാപ്പപേക്ഷിക്കാനൊക്കെ ഉള്ള വലിയൊരു വിളി നമുക്കുണ്ട്. ആ ബോധ്യത്തോടു കൂടി നമുക്ക് മാലാഖ പഠിപ്പിച്ച പരിശുദ്ധമായ മാധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ആമേൻ. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമായിരിക്കട്ടെ. ലോകത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കാൻ, സ്തുതിക്കാൻ, നന്ദി പറയാൻ, മാപ്പപേക്ഷിക്കാൻ, അനുഗ്രഹങ്ങൾ യാചിക്കാൻ നമ്മുടെ പ്രാർത്ഥന വഴി സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഈ ശുശ്രൂഷകൻ നയിക്കുന്നു, പ്രത്യേകിച്ച് ഷെക്കിന ടെലിവിഷൻ്റെ ഈ മിനിസ്ട്രിയെ, ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും മുട്ടുമേ നിൽക്കാം. ഈ ശുശ്രൂഷ നയിക്കുന്ന എല്ലാവരെയും, ഈ ടെലിവിഷൻ മിനിസ്ട്രിയെ തുടങ്ങാനായിട്ട് കർത്താവ് ഉപകരണമാക്കിയ സന്തോഷ് ബ്രദറിനെ, ടീമിനെയും മറ്റെല്ലാവരെയും, ഇതിൻ്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങളെയും ഇതിൻ്റെ നടത്തിപ്പിനെയും കർത്താവിൻ്റെ കൃപയാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. കർത്താവാണ് ഇവർക്ക് വഴി തുറന്നു കൊടുക്കുന്നത്, ഓരോ ആവശ്യങ്ങളും നടത്തി കൊടുക്കുന്നത്. അതിനായി എല്ലാ കാര്യങ്ങളും അനുകൂലമാകുവാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ ഈ ശുശ്രൂഷയുടെ മേലുണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരുടെയും വലതുകരം ഈ ശുശ്രൂഷയുടെ മേൽ ഉയരട്ടെ. ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ കർത്താവേ. ഈ ശുശ്രൂഷയെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഇതിനായി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ നാമത്തെ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ. തിന്മ ബന്ധിക്കാൻ
തടയാതിരിക്കട്ടെ. ഈ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ട എല്ലാ കൃപകളും കർത്താവെ കൊടുക്കണമേ. വഴികൾ തുറക്കണമേ കർത്താവെ. കൃപയുടെ ദൂതനെ ഇതിന് കാവലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൂതന്റെ ശക്തമായ ഇടപെടൽ വഴി എല്ലാം അനുഗ്രഹീതമായി തീരട്ടെ. അമ്മയായ മറിയത്തിന്റെ പ്രത്യേക മാധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്ക് ബലമായിരിക്കട്ടെ. യേശുനാമത്തിൽ ഈ ശുശ്രൂഷയും ശുശ്രൂഷകരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരും ഇതിനെ സഹായിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ഈ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള ശുശ്രൂഷ പ്രത്യേകമായി ലഭിച്ച സന്ദേശം, പ്രാർത്ഥനയിൽ ലഭിച്ച ഉൾക്കാഴ്ച സന്ദേശം അനുസരിച്ച് 14 ദിവസത്തേക്ക് കൂടെ നീട്ടുകയാണ്. പരിശുദ്ധ അമ്മയുടെ കിരീടധാരണ തിരുനാളാണ് ഓഗസ്റ്റ് മാസം 22-ാം തീയതി. നാളെ ഇത് അവസാനിക്കേണ്ടതാണ് നമുക്കറിയാം. പക്ഷേ 15 ദിവസത്തേക്ക് കൂടെ നീട്ടുകയാണ്. കാരണം പ്രത്യേക സന്ദേശം അനുസരിച്ച് ആ സന്ദേശങ്ങൾ തുടർന്ന് ഇതേ സമയത്ത് തന്നെ ഈ ശുശ്രൂഷകൾ തുടർന്ന് കൊണ്ടുപോകുന്നതായിരിക്കും. കഴിയുന്ന എല്ലാവരും തന്നെ ഈ ശുശ്രൂഷയെ തുടർന്ന് സംബന്ധിച്ച് നമുക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഈ വലിയ സംരംഭത്തിൽ, ശുശ്രൂഷയിൽ എല്ലാവരും തുടർന്നും കഴിവിനൊത്ത് പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇറേനിയസ് പിതാവാണ് നാളെ വന്ന് ഈ ശുശ്രൂഷകൾ സമാപിക്കുമെന്ന് അറിയിച്ചിരുന്നത്. 40 ദിവസത്തെ പ്രാർത്ഥനയാണ്. 40-ാം ദിവസമാണ്. പിതാവിന് ആ രൂപതയിൽ പ്രത്യേക ആവശ്യം വന്നതുകൊണ്ട് നാളെ വരാൻ സാധിക്കില്ല, പിന്നീട് വരാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രത്യേകിച്ച് മറ്റന്നാൾ പിതാവ് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഞായറാഴ്ച 8-ാം തീയതി ശുശ്രൂഷയ്ക്ക് അഭിവന്യ ഇറേനിയസ് പിതാവ് നേതൃത്വം നൽകുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ശുശ്രൂഷയെ പങ്കുചേർന്ന് ലോകത്തിൻ്റെ നവീകരണത്തിനും നന്മയ്ക്കും വിശുദ്ധീകരണത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് തലവണിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും
നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.